ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 77 വാക്യം 1. ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും, അവിടുന്ന് എനിക്ക് ചെവി തരും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 77-ാം സങ്കീർത്തനം ആസാഫിൻ്റെ ഒരു ധ്യാനമാണ്. ആസാഫ് എപ്പോഴും ധ്യാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ആസാഫിൻ്റെ ത്രികാല ധ്യാനം ഇതിൽ നാം കാണുന്നുണ്ട്. 77-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ഞാൻ ധ്യാനിച്ചു എന്ന് കാണുന്നു. 77-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ഞാൻ ധ്യാനിക്കുന്നു എന്ന് കാണുന്നു. 77-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഞാൻ ധ്യാനിക്കും എന്ന് കാണുന്നു. ധ്യാനിച്ചു, ധ്യാനിക്കുന്നു, ധ്യാനിക്കും. ത്രികാല ധ്യാനം. കഴിഞ്ഞ നാളുകളിൽ ആസാഫ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ധ്യാനിക്കുന്ന ദിവ്യ സ്വഭാവത്തിന് ഉടമയായിരുന്നു. തൻ്റെ വർത്തമാനകാലത്തും അവൻ ധ്യാനിക്കുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് അവൻ ഭാവിയെ നോക്കിക്കൊണ്ട് പറയുന്നു, ഞാൻ ധ്യാനിക്കുമെന്ന്, നിൻ്റെ സകല പ്രവൃത്തികളെയും കുറിച്ച് ഞാൻ ധ്യാനിക്കുമെന്ന്. ഇങ്ങനെ ആസാഫിൻ്റെ ത്രികാല ധ്യാനത്തെക്കുറിച്ചാണ് 77-ാം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്രകാരം എല്ലായ്പ്പോഴും അഥവാ ഏത് കാലത്തിലും ദൈവത്തെ ധ്യാനിക്കുവാൻ ആസാഫിനെ പ്രേരിപ്പിച്ചത് എന്താണ്? 77-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ കാണുന്നു, കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. കഷ്ടകാലത്താണ് മനുഷ്യൻ കൂടുതലായി ദൈവത്തെ അന്വേഷിക്കുന്നത്. സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, സമൃദ്ധിയുടെ, ആർഭാടത്തിൻ്റെ ആ നിമിഷങ്ങളിൽ മനുഷ്യൻ പലപ്പോഴും ദൈവത്തെ മറന്നുപോകാറുണ്ട്, അഥവാ ദൈവത്തെ ഓർക്കാറില്ല, ധ്യാനിക്കാറില്ല. എന്നാൽ അനേകർ ദൈവത്തെ അന്വേഷിച്ചിട്ടുള്ളത്, ദൈവത്തെ കണ്ടെത്തിയിട്ടുള്ളത്, പ്രാർത്ഥിച്ചിട്ടുള്ളത്, ധ്യാനിച്ചിട്ടുള്ളത് അവരുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളുടെ മധ്യയാണ്. ഇവിടെ ആസാഫും 2-ാം വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു എന്ന്. ദൈവത്തെ അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യകത വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ ആവർത്തിച്ച് പ്രസ്താവിക്കുന്ന ഒരു പ്രസ്താവനയാണ്, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പിൻ എന്നുള്ളത്. ഈ കൽപ്പന പല പ്രാവശ്യം ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പിൻ എന്ന്. മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പാൻ യേശു പരസ്യ ശുശ്രൂഷയിൽ വെളിപ്പെടുത്തുകയുണ്ടായി. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനോഭാവം ദൈവത്തിൻ്റെ കൈവേലയായ ഓരോ മനുഷ്യനും അനുദിനം ഉണ്ടാകേണ്ടതാണ്. കാരണം മനുഷ്യൻ ദൈവവുമായി അത്ര അടുപ്പത്തിൽ അഥവാ ആഴമായ ബന്ധത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിൽ അഥവാ സ്വന്തം ഛായയിൽ
ദൈവത്തിൻ്റെ കരങ്ങളാൽ മെനയപ്പെട്ട മനുഷ്യൻ. അപ്രകാരം രൂപപ്പെട്ട മനുഷ്യന് തന്നെ സൃഷ്ടിച്ച ദൈവവുമായി ഒരു അടുത്ത ബന്ധം, ആഴമായ ബന്ധം അത്യന്താപേക്ഷിതമാണ്. ആ ബന്ധത്തിനു വേണ്ടിയാണ് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത്, ആരാധിക്കേണ്ടത്, അവിടുത്തെ ശബ്ദം കേൾക്കേണ്ടത്, അതനുസരിക്കേണ്ടത്, അവിടുത്തെ പാതയിൽ സഞ്ചരിക്കേണ്ടത്. അതെ, ആസാഫിനെ പോലെ ഏതു കാലത്തും കർത്താവിനെ, ദൈവത്തെ അന്വേഷിക്കുവാൻ, ധ്യാനിക്കുവാൻ നമുക്കും ഇടവരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം.